റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് യൂട്യൂബ് ചാനലിലൂടെ 10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. വകുപ്പുതല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ നിശ്ചയിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. ചോദ്യചോർച്ചയിലെ ആദ്യ കണ്ണിയെയാണ് കണ്ടെത്തേണ്ടതെന്ന് AIYF ആവശ്യപ്പെട്ടു. KSU വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. റോഷിപാൽ, ചോദ്യപേപ്പർ ചോർച്ച അത് ആദ്യമായി ഇത്തവണ സംഭവിച്ചതല്ല, മുൻപും നടന്നിട്ടുണ്ട്. അന്ന് ചോർത്തിയ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തു, പക്ഷേ അത് ആരാണെന്ന് മന്ത്രി ഇപ്പോഴും പറയുന്നില്ല. ഇതിൽ വേലി തന്നെ വിളവ് തിന്നുകയാണോ എന്ന ചോദ്യം ബലപ്പെടുകയാണോ? ഈ സമിതിയെ നിയോഗിച്ചതിലടക്കം എവിടെയൊക്കെ അന്വേഷണം നടക്കുമെന്നതിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ മന്ത്രി? സുജയ, ചോദ്യപേപ്പർ ചോർച്ച അത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഓണപരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിച്ചിട്ടുണ്ട് അധ്യാപകർക്കെതിരെ. അത് തൽക്കാലം അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ MS സൊല്യൂഷൻ അതിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് അത് സകല മര്യാദയുടെയും ലംഘനമാണെന്ന് മന്ത്രി പറഞ്ഞു. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ അന്വേഷണം നടത്തും. വളരെ ഗൌരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് പോലീസ് മേധാവിയെ കണ്ട് ഈ പരാതി ധരിപ്പിച്ചത്. മാത്രവുമല്ല, ഇന്ന് മന്ത്രി V ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. അരമണിക്കൂറോളമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച ചർച്ചയായത്. ഇനി അങ്ങോട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ച എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചുള്ള പരിശോധനയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുക. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് സംബന്ധിച്ച് 1 മാസത്തിനകം വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഏത് സാഹചര്യത്തിലാണ്, ഏത് വിധേനയാണ് ഈ ചോദ്യപേപ്പറിലെ വിവരങ്ങൾ പുറത്തെത്തിയത് എന്നതാണ് പരിശോധിക്കുക. ഏതായാലും വലിയ സുരക്ഷ ഈ ചോദ്യപേപ്പർ, ടേം പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾക്ക് ഇല്ല എന്ന് മന്ത്രി തന്നെ വിശദീകരിക്കുകയുണ്ടായി. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചോദ്യപേപ്പർ സ്കൂളുകളിലെത്തും. അവിടെ ഈ ചോദ്യപേപ്പറുകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക്, അധ്യാപകർക്കാണ്. ഒരു പൊതുസമൂഹത്തിന് തന്നെ ഇത് വലിയ ബാധ്യതയുണ്ട് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിന് കൂടെയുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.